ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമിത്തം ധർമ്മസ്മൂഢചേതക യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭക്തിയോഗത്തില് 8 ശ്ലോകങ്ങൾ 13-ാമത്തെ ശ്ലോകം തൊട്ട് 20-ാമത്തെ ശ്ലോകം വരെ ഉത്തരഗീതയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ചതാണ്. അതിൽ ഭഗവാൻ അവസാനം ഗീതയിൽ തന്നെ പറയുന്നത്, ഏത് ധർമ്മ്യാമൃതമിതം യഥോക്തം പരിപാസത്തെ ശ്രദ്ധദാനാ മത്പരമ ഭക്താസ്യ അതിവ്യമപ്രിയ. മേൽവിച്ചിരിക്കുന്ന ധർമ്മമാർഗം, മോക്ഷപരമായിരിക്കുന്ന ആ മാർഗത്തെ അഥവാ യോഗവിദ്യയെ ശ്രദ്ധയോടുകൂടി പരിശീലിക്കുന്നതും ഞാൻ തന്നെയാണ്, അതായത് ഭഗവാൻ തന്നെയാണ് പരമമായ പ്രാപ്യസ്ഥാനം അഥവാ പരമാത്മാവ് എന്ന ബോധ്യപ്പെടുത്തുവാനും അതനുസരിച്ച് പരബ്രഹ്മ ഉപാസന ചെയ്യുന്നവനും ആരാണോ അവൻ എൻ്റെ ഉത്തമനായ ഭക്തവനും എനിക്ക് അവൻ അത്യന്തം പ്രിയപ്പെട്ടവനുമായിരിക്കും. ഇപ്രകാരം ഭഗവത്ഗീതയിൽ 8 ശ്ലോകങ്ങളായിട്ട് വിവരിച്ചിരിക്കുന്ന ഉപദേശങ്ങളാണ് പിന്നീട് ഭഗവാൻ ഉത്തരഗീതയിൽ 41-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയുന്നത്. അത് സ്വാദിഷ്ടമായ ആഹാരം കഴിക്കുന്നത് പോലെ ഭക്തിയുടെ ഈ മാർഗത്തെ സ്വീകരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് നമുക്ക് സ്വാദിഷ്ടമായ പഞ്ചാരപ്പാൽ പായസം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും സ്വാദിഷ്ടമായിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് എത്ര കിട്ടിയാലും പോരാ, വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്ന പോലെ ഈ ധർമ്മമാർഗത്തെ ശ്രദ്ധാപുരസ്സരം ആരാണോ അനുസരിക്കുന്നത്, താല്പര്യത്തോടുകൂടി അനുസരിക്കുന്നത്, അത്തരത്തിലുള്ള ഭക്തരെ ഭഗവാൻ അത്യന്തം പ്രിയമാണെന്ന് പറയും. ബാക്കി ശരണാഗതി, നമ്മൾ ഈ പറയുന്ന യോഗാഭ്യാസമോ ഇല്ലെങ്കിൽ പറഞ്ഞ ജ്ഞാനമാർഗമോ ഏത് മാർഗത്തിലും സാധാരണക്കാർക്ക് ലളിതമായിട്ട് എത്താവുന്ന മാർഗമാണ് ഈ പറയുന്ന ശരണാഗതി ഭക്തി. ഭഗവാൻ പറഞ്ഞ ഈ 20 ശ്ലോകത്തിലെ 8 ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങള് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തണം. ഇതിലെന്തൊക്കെ ഗുണങ്ങളാണ് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ആർജിച്ചിട്ടുള്ളത്, അഥവാ ഇനി ആർജിക്കാനുള്ളത് എന്ന് വിചിന്തനം ചെയ്ത് അത് ആർജിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞ ഈ ധർമ്മമാർഗത്തെ ശ്രദ്ധാപുരസ്സം അനുസരിച്ചാൽ ഭഗവാന്റെ പ്രീതി നേടാൻ മറ്റൊരു മാർഗവും ആവശ്യകതയില്ല എന്ന്, പ്രത്യേകിച്ചും കലിയുഗത്തിൽ ഇതൊരു 41 ദിവസം ഫോളോ ചെയ്താൽ തന്നെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഉത്തരഗീത 1-ാം അധ്യായത്തിൽ 49-ാമത്തെ ശ്ലോകത്തിലൂടെ ജീവന് സിദ്ധി ലഭിക്കുന്ന പ്രകാരത്തെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ 8-ാം അധ്യായം 21, 22 എന്നീ ശ്ലോകങ്ങളിൽ ജീവാത്മാവിന് സിദ്ധി ലഭിക്കുന്ന വിധത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 49-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറഞ്ഞത്? അർജുനൻ ചോദിച്ചു, ദന്തോഷ്ടു താലു ജിഹ്വാനാം ആസ്പദം എത്ര ദൃശ്യതേ അക്ഷരത്വം കുതസ്തേഷാം ക്ഷരത്വം വർത്തതേ സദാ. അതിന് ഉത്തരമായിട്ടാണ് ഭഗവാൻ 49-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഭഗവാൻ വാച അഘോഷമവ്യഞ്ജനമസ്വരം ചാപ്യതാലു കണ്ടോഷ്ടു മനാസികം ച അരേഖജാതം പരമൂഷ്മവർജിതം തദക്ഷരം നാക്ഷരതേ കഥഞ്ചിൽ. അതായത് പുറത്തു കേൾക്കത്തക്ക ശബ്ദം ഇല്ലാത്തതും സ്വരവ്യഞ്ജനരഹിതവുമാകുന്നു യഥാർത്ഥ നാദം. പ്രണവമന്ത്രത്തിന് പ്രത്യേകിച്ച് അക്ഷരം തിരിച്ച് പറയാനില്ല. പ്രണവം ഉച്ചരിക്കുമ്പം അതൊരു നാദമായിട്ട് മാത്രമേ കേൾക്കാൻ സാധിക്കൂ. അത് തന്നെയാകുന്നു യഥാർത്ഥ മന്ത്രവും. അതായത് ആത്മമന്ത്രം എന്ന് പറയുന്നത് പ്രണവമന്ത്രമാണ്, ഓങ്കാരനാഥമാണ്. അത് ആരുടെയും ജപം കൂടാതെ ഉണ്ടാകുന്നതും കണ്ഠം, താലു, ഓഷ്ട, നാസികകളുടെ ഒന്നും ആശ്രയമില്ലാത്തത് അത് ഉച്ചരിക്കാനും നമ്മുടെ ഉള്ളിൽ അത് നാദബ്രഹ്മമായിട്ട് ഓരോ ശ്വാസത്തിലും പ്രകൃത്യാ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നാദബ്രഹ്മം ഇന്ദ്രിയാശ്രയമില്ലാതെ ശംഖനാദ സമാനം ശ്രവിക്കുമ്പോൾ മറ്റാർക്കും കേൾക്കാൻ കഴിയുന്നതല്ല. അതായത് നമ്മുടെ ചെവിയിലൂടെ തന്നെ ഒരു ശംഖനാദം കേൾക്കുന്ന പോലെ ഒരു മൂളക്കം കേൾക്കും. അതാണ് യഥാർത്ഥത്തിൽ ബ്രഹ്മനാദം എന്ന് പറയുന്നത്. അതിന് സ്വര അക്ഷര വ്യഞ്ജനങ്ങളെ കൊണ്ട് തരംതിരിക്കാനും സാധ്യമല്ല, ആർക്കും അതിനെ രേഖപ്പെടുത്താനും സാധ്യമല്ല. അത് അവരവർക്ക് മാത്രം കേൾക്കാവുന്നതാണ്.
ഊഷ്മാവില്ലാത്തതും അനിർഗളവുമായിരിക്കുന്ന ആത്മനാദ പ്രവാഹം അനാദിയാകുന്നു. സാക്ഷാൽ ബ്രഹ്മസംഭൂതമായിരിക്കുന്ന നാദബ്രഹ്മം നാശമില്ലാത്ത ബ്രഹ്മത്തിൽ തന്നെ അടങ്ങി നാശരഹിതമായി സ്ഥിതി ചെയ്യും എന്നാണ് 49-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി ഇതിൽ ഭഗവാൻ ഈ ഗീതയുമായിട്ട് 8-ാം അധ്യായത്തിലെ 21, 22 ശ്ലോകങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് നേരത്തെ തന്നെ നമുക്ക് 8-ാം അധ്യായത്തിൽ ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അവ്യക്തോ അക്ഷര ഇത്യുക്ത തമാഹു പരമം ഗതി യം പ്രാപ്യന നിവർത്തന്തെ തഥാമ പരമം മമ. ജീവാത്മാവിന് മോക്ഷം പ്രദാനം ചെയ്യുന്ന ഇന്ദ്രിയാതീതവും നാശരഹിതവുമായ ബ്രഹ്മം മാത്രമാകുന്നു. അത് ആഗമങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. യാതൊന്നിനെ പ്രാപിക്കുമ്പോൾ വീണ്ടും തിരിച്ചു വരാതെ, അതായത് പുനർജന്മം ഇല്ലാതെ ആയിത്തീരുന്നുവോ അതെന്റെ ഉത്തമമായ പരമാത്മ സ്വരൂപമാകുന്നു എന്നാണ് 21-ാമത്തെ 8-ാം അധ്യായത്തിൽ ഗീതയിൽ 8-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 22-ൽ പറയുന്നത് പുരുഷസ പരാപാർത്ഥ ഭക്താൽ അവസ്ഥ തന്നെയ യശ്ചാന്തസ്ഥാനി ഭൂതാനി ഏന സർവവിധം തതം. അല്ലയോ അർജുന, സർവ ജീവികളിലും എന്നിൽ നിന്നും ഉത്ഭവിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഞാനാകുന്നു. ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. എല്ലാത്തിനും കാരണഭൂതനായിരിക്കുന്ന ഞാൻ ജഗത്താകമാനം വ്യാപിച്ചിരിക്കുന്നു. മറ്റൊരു ദേവതയെയും ഭജിക്കാതെ പരമാത്മാവായ എന്നെ മാത്രം ഭക്തി പുരസ്സരം ഉപാസിക്കുന്നവൻ എന്നിൽ ലയിച്ച് മുക്തനാകുന്നതാണ്. ഉത്തരഗീത 55, 56 എന്നീ ശ്ലോകങ്ങളിൽ ഇന്ദ്രിയ നിരോധനത്തിൽ ബ്രഹ്മത്തെ ദർശനമുണ്ടാകുന്ന വിധത്തെയും ബ്രഹ്മദർശന ഫലത്തെയുമാണ് ഭഗവാൻ അവതരിപ്പിച്ചത്. ഭഗവത്ഗീത ഇതേ വിഷയത്തെക്കുറിച്ച് എപ്രകാരമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പിന്നീട് പരിശോധിക്കാം. അപ്പൊ ഇതില് ബ്രഹ്മപ്രാപ്തിയിലേക്ക് നയിക്കുന്ന ഗീതയിൽ തന്നെ 8-ാം അധ്യായത്തിൽ 21, 22 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവാത്മാവിന് മോക്ഷം പ്രദാനം ചെയ്യുന്ന ഇന്ദ്രിയാതീതവും നാശരഹിതവുമായ ബ്രഹ്മം മാത്രമാണെന്നും അത് ആഗമങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. അതായത് പുനർജന്മം ഇല്ലാത്ത ജന്മത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസഗതിയെ നിയന്ത്രിച്ച്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, മനസ്സിനെ ഏകാഗ്രമാക്കി, ബുദ്ധിയെ ഉറപ്പിച്ച്, ചിത്തശക്തിയെ ഉണർത്തി നമ്മുടെ ജീവശക്തിയെ ആജ്ഞാചക്രത്തിൽ സ്ഥിതം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും വേണം. പിന്നെ നമ്മുടെ അന്തിമ ശ്വാസം ഗമിക്കുന്നത് മറ്റു ദ്വാരങ്ങളിലൂടെ, 9 ദ്വാരങ്ങളിൽ അല്ലാതെ സഹസ്രാര പത്മത്തിലൂടെ ഗമിക്കുകയും വേണം. അപ്പോഴാണ് പുനർജന്മം ഇല്ലാതെ വരികയുള്ളൂ. അധോമുഖത്തൂടെ, അതായത് കീഴ്ശ്വാസത്തിലൂടെയോ ഇല്ലയോ ജനനേന്ദ്രിയത്തിന്റെ ഇതിലെയോ സാധാരണഗതിയിലുള്ള ഡെത്തിനൊക്കെ, ഏത് രോഗം വന്ന് മരിച്ചാലും ഇല്ലെങ്കിൽ ആക്സിഡന്റൽ ഡെത്തോ സാധാരണഗതിയിൽ, അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. സാധാരണ ഡെത്ത്, അതായത് ഈ പ്രോസസ്സ് യോഗയോ ഭക്തിമാർഗോ സ്വീകരിക്കാതെ സാധാരണ ഒരു മനുഷ്യന്റെ ഡെത്ത് സംഭവിച്ചാൽ ഈ നവദ്വാരങ്ങളിലൂടെ ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ ആയിരിക്കും ജീവൻ പോവുക. അപ്പോൾ അതനുസരിച്ചായിരിക്കും വീണ്ടും ജന്മം. ബാക്കി 9 ദ്വാരങ്ങളിലൂടെ ഏതിലേ പോയാലും പുനർജന്മം ഉറപ്പാണെന്നർത്ഥം. പ്രത്യേകിച്ചും അധോമുഖത്തോടെയാണ് പോകുന്നത്, അപാനവായുവിലൂടെയാണ് പ്രാണൻ പോകുന്നതെങ്കിൽ അത് ചിലപ്പോൾ അധോജന്മത്തിന് വരെ കാരണമായി ഭവിക്കാം. മനുഷ്യജന്മത്തിൽ തന്നെ അധോജന്മമുണ്ട്, മറ്റ് ജീവജാലങ്ങളായിട്ട് ജനിക്കാനും ഇടവരാം. അത് നമ്മുടെ ജന്മവാസനയും കർമ്മവാസനയും അനുസരിച്ച് അറ്റാച്ച്മെന്റ്, മമത, വാസനാബലം എന്തിലാണോ അതനുസരിച്ചായിരിക്കും അനന്തരഗതി എന്നുള്ളത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിന് മുകളിൽ 7 ദ്വാരത്തിലൂടെ ഏതിലൂടെ പോയാലും ഉയർന്ന ജന്മമായിരിക്കും, മനുഷ്യജന്മം തന്നെയായിരിക്കും. പക്ഷേ അത് ശ്രേഷ്ഠമായ ജന്മം. നമ്മുടെ ഓരോ ജീവനിലും അതിൽ ബ്രഹ്മത്വമുണ്ട്, ദേവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്. ആ മനുഷ്യത്വത്തിൽ ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം, ഈ 4 വർണ്ണാശ്രമ തത്വങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ ഒരേ ജീവനിൽ തന്നെ പുരുഷത്വവും ഉണ്ടാകും, സ്ത്രീത്വവും ഉണ്ടാകും. അപ്പൊ ഇത്രയൊക്കെ കാറ്റഗറി ഘടകങ്ങള് നമ്മുടെ ജീവാത്മാവ് പേറിക്കൊണ്ടാണ് ശരീരം ലഭിക്കുന്നത്. അപ്പൊ ഇത് കിട്ടിയാൽ, ജീവാത്മാവ് വന്നാൽ തന്നെ ആദ്യത്തെ പ്രോസസ്സാണ് 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ കടന്നു വരിക എന്നുള്ളത്. അത് ഓട്ടോമാറ്റിക് പ്രകൃതിയാ സംഭവിക്കുന്ന ഒരു കടമ്പ തന്നെയാണ്. എല്ലാ ജീവനങ്ങളിലും ഒരു കാറ്റഗറിയിലും പെട്ട് ജനിക്കാതെ നമുക്ക് ഒരിക്കലും മനുഷ്യനിലേക്ക് എത്താൻ സാധ്യത. അതൊന്നും നമ്മൾ അറിയുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു പ്രോസസ്സാണ്. പ്രകൃതിയാ ഉള്ള
പ്രോസസ്സാണ്. ഇത് കടക്കാതെ ഒരിക്കലും അപ്ഗ്രഡേഷൻ കിട്ടുന്നതല്ല. പിന്നെ മനുഷ്യജന്മം കിട്ടിയാൽ ഇതിനെയൊക്കെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനമുണ്ട്. വിവേചനം, ഗുണദോഷങ്ങളെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ വിവേചന ശക്തിയുണ്ട്. അതനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിച്ച് ഏതിനോടാണോ നമുക്ക് ഓരോ ജന്മത്തിലും അറ്റാച്ച്മെൻറ്റും മമതയും വാസനാബലം ഉണ്ടാകുന്നത്, അതനുസരിച്ചാണ്. അതാണ് ഈ പ്രാരാബ്ധം ഇല്ലേ കർമ്മബന്ധനം എന്ന് പറയുന്നത്. അത് ഈ ജീവജാലങ്ങളായിട്ട് ജനിക്കുന്നിടത്തൊക്കെ നമുക്ക് അപ്ഗ്രേഡേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കും. പ്രകൃത്യാ തന്നെ ഏതേത് ജീവജാലങ്ങളായിട്ട് ജനിച്ചാലും അതിന് പ്രകൃത്യാ ഒരു സ്വഭാവമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്യാനോ വിവേചന ശക്തിയോ ഗുണദോഷങ്ങളോ തിരിച്ചറിയാനോ ഇതൊന്നും മറ്റു ജീവജാലങ്ങൾക്ക് ഒന്നും സാധ്യമല്ല. അപ്പോൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മനുഷ്യനൊഴിച്ച് ബാക്കിയുള്ള ജീവജാലങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട് ജന്മമെടുത്ത് പരിണാമങ്ങൾക്ക് വിധേയമായി 50% നേച്ചറും 50% കൾച്ചറും, അതായത് 50% ദൈവിക സമ്പത്തും 50% പ്രകൃതിയുള്ള അസുരി ഭാവവും കൂടിയാണ് ജനിക്കുന്നത്. അതിൽ കൾച്ചർ അനുസരിച്ചുകൊണ്ട്, നമ്മുടെ കൾച്ചറാണ് നമ്മുടെ സ്വഭാവമായിട്ട് വരിക. ഈ കൾച്ചർ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഈ ദൈവിക സമ്പത്തിനെ ഉപയോഗിക്കുന്ന അനുസരിച്ചായിരിക്കും അനന്തരഗതി വരിക. അതിനെ ദൈവിക സമ്പത്തിനെ എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ആസുരി സമ്പത്ത് ദോഷമുണ്ടാക്കുന്നതാണ്, നമ്മുടെ ശരീരം പോലും നശിക്കുന്നതാണ്, എന്തൊക്കെ നശിക്കുന്നതാണോ അതൊക്കെ ആസുരി സമ്പത്താണ്, അതൊക്കെ പ്രയാസമായിരിക്കും. അതിന് പിന്നാലെ നമ്മൾ ശരീരം ഉപയോഗിച്ചാൽ ശരീരം കിട്ടുന്നതും നശിക്കുന്നതാണ്, ആ ശരീരത്തിലൂടെ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾ കിട്ടുന്നതും നശിക്കുന്നതാണ്. അതാണ് ആസുരി സമ്പത്തിന്റെ പ്രത്യേകത. എന്നാൽ ദൈവിക സമ്പത്തിന്റെ പ്രേരണയോ അല്ലെങ്കിൽ അതിന്റെ ശക്തിയോ ഇല്ലാതെ ഇതൊന്നും ആർജിക്കാനും ശരീരം പോലും നിലനിൽക്കില്ല. നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവിക സമ്പത്ത് ഈശ്വരന്റെ ശക്തിയും കൂടെ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നർത്ഥം. അപ്പം ആ ഈശ്വരന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ദ്രിയ ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈശ്വര ശക്തിയെ ശരിക്കും ദുർവിനിയോഗം ചെയ്യാം. അപ്പോൾ അതിൻ്റെ ദോഷഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിൽ ഇന്ദ്രിയ ഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനോട് ജീവിതകാലം മുഴുവൻ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നോ അത് വാസനാബലത്താൽ പോകുന്നതനുസരിച്ച് വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് പ്രാണൻ പോകുന്നതും അതനുസരിച്ചുണ്ടായി. ഈ നവദ്വാരങ്ങളിലൂടെ ഏതിലൂടെ പോയാലും തിരിച്ചു വരേണ്ടി വരും. അത് ഊർധഗതിയിലാണ് പോകുന്നതെങ്കിൽ, ഊർധഗതി എന്ന് പറഞ്ഞാൽ എന്താ, ഹൃദയത്തിന് മുകളിലുള്ള ദ്വാരങ്ങളിലൂടെ 7 ദ്വാരങ്ങളിൽ ഏതിലൂടെ പോയാലും നമുക്ക് ഉയർന്ന ജന്മം കിട്ടും. മനുഷ്യജന്മത്തിൽ തന്നെ കുറച്ചൊക്കെ ഈ പറയുന്ന 5-6 മണ്ഡലത്തിലൊക്കെ ചിലപ്പം നമുക്ക് വീണ്ടും വീണ്ടും ജന്മം കിട്ടുന്നർത്ഥം. പക്ഷെ സഹസ്രാര പത്മത്തിലൂടെ ഈ പ്രണവം മാത്രം മതി. നമ്മളിപ്പോൾ ഈ നാരായണീയോ ഭാഗവതോ സഹസ്രനാമങ്ങളോ എത്രയെത്ര അക്ഷരങ്ങളുള്ള നാമങ്ങൾ ജപിച്ചാലും ഇത് പ്രണവത്തിലേക്ക് കൊണ്ടുപോയി ഒതുക്കണം. ബാക്കിയെല്ലാം പ്രവൃത്തി മാർഗത്തിൽ നിന്നും ഒന്നിലേക്ക് അപ്ഗ്രഡേഷൻ കിട്ടി അവസാനം ഇതൊക്കെ ഈ ജപവും തപവും ഒക്കെ നിവർത്തി മാർഗത്തിലേക്ക് ആക്കണം. ഒന്നൊന്നായിട്ട് ഉപേക്ഷിച്ച് ഒരേ കട്ടുന്ന, ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരം കൊണ്ട് തന്നെ ചിലപ്പം ഈ സഹസ്രനാമോ ഈ പാരായണങ്ങളോ ഒന്നും ഒരു ഘട്ടത്തിൽ പറ്റാതെ വരും. ശരീരം കൊണ്ട് ഇരുന്ന് ജപിക്കാനൊന്നും പറ്റാതെ വരും. അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉപേക്ഷിക്കപ്പെടും. എന്തെങ്കിലും ഉപേക്ഷിച്ച് പറ്റൂ. അത് പ്രവൃത്തി മാർഗത്തിലല്ല, നിവർത്തി മാർഗത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കപ്പെടും. ഈ ജപവും തപമൊക്കെ തന്നെ നിന്നു പോകും. അവസാനം പ്രണവത്തിൽ ഒതുങ്ങണം. പ്രണവത്തിൽ ഒതുങ്ങിയിട്ട് ഈ പ്രണവം ജപിച്ചുകൊണ്ട് സഹസ്രാരപത്മത്തിലൂടെ പ്രാണൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ പുനർജന്മമില്ലാത്ത മോക്ഷം എന്ന് പറയുന്നത്. ഇതിന് പ്രോസസ്സൊക്കെ 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് നമ്മൾ യോഗ സാധനയുടെ ഈ ഉത്തരഗീതയിലും അത് കുറച്ചുകൂടെ സ്പഷ്ടമാക്കി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതേ കാര്യം തന്നെ ഗീതയിൽ നമുക്ക് ലളിതമായിട്ട് ഭഗവാൻ 8-ാം അധ്യായത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് 6-ാം അധ്യായത്തിൽ ധ്യാനയോഗം എങ്ങനെ ശീലിക്കണം എന്നൊക്കെ, എങ്ങനെ ഇരിക്കണം, അഷ്ടാംഗ യോഗത്തെ പറ്റിയൊക്കെ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഇത് യഥാവധി പാലിച്ചാൽ നമ്മൾ ആ ഒരു മാർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. ഇതാണ് ഭഗവാൻ പറഞ്ഞ ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിഭാസതേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ മാർഗത്തെ ശരിക്കും നമ്മൾ ഫോളോ ചെയ്യണം എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് ഉത്തരഗീതയിൽ പറയുന്ന ആ പ്രോസസ്സ് കുറച്ചുകൂടെ നമ്മളെ സ്പഷ്ടമാക്കി പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ആ സ്പഷ്ടമാക്കി പറഞ്ഞു തരുമ്പോൾ അത് അനുസരിക്കാൻ സാധാരണഗതിയിൽ യോഗയും ഇല്ലെങ്കിൽ അതിലുള്ള പ്രാണായാമമൊക്കെ ശീലിച്ചവർക്കേ ആ ഒരു പ്രോസസ്സിലേക്ക് എത്താൻ സാധിക്കും. അത് ക്രിയായോഗം തന്നെയാണ്. അതിനെ ശരിക്കും ശീലിച്ചാൽ നമ്മുടെ പ്രാണനെ സഹസ്രാരപത്മം വഴി ബാക്കി ദ്വാരങ്ങളൊക്കെ അടയ്ക്കാനുള്ള ടെക്നിക്കൊക്കെ അതിലുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും സാധാരണക്കാർക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും നമുക്ക് ലളിതമായ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതുകൊണ്ട് അവരവർക്ക് യുക്തിസഹജമായിട്ട് ഇതൊക്കെ ശീലിച്ച് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെയ്യാം. അതിനും യാതൊരു വിലക്കൊന്നുമില്ല. അതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ല. അത് നല്ല മാർഗം തന്നെയാണ്. ഈശ്വരിലേക്ക് എത്താനുള്ള ഏത് മാർഗവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ടെന്നർത്ഥം. നമുക്ക് പറ്റുന്ന രീതി നമ്മൾ സ്വീകരിക്കുക. സാധാരണക്കാർക്ക് ഏറ്റവും ഈ ലളിതമായ ഭക്തി മാർഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ജപവും തപവും ഒക്കെ ചെയ്യുമ്പം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കാലത്ത്, ഇല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മത്തിൽ തന്നെ നമ്മളൊക്കെ ചെയ്താലും ഒരു ഘട്ടത്തിൽ നമുക്ക് ശരീരം കൊണ്ട് പോലും ഇരുന്നിട്ട് ഈ ജപവും തപവും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായാൽ അവിടെ മനസ്സുകൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ തന്നെ ശ്വാസഗതി ബ്രഹ്മനാദത്തിലാണ് ചലിക്കുന്നതെന്ന് ഇവിടെ സൂചിപ്പിച്ചു. ഹംസയോഗം പറയുമ്പോഴും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോസസ്സിലാണ് ശ്വാസഗതി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സ് ശരീരത്തിന് എന്ത് ദോഷം വന്നാലും വേണ്ടില്ല, എന്ത് വയ്യാലും വേണ്ടില്ല, മനസ്സ് മരിക്കില്ല. കാരണം ജീവനെ ഡിപ്പെൻഡ് ചെയ്താ മനസ്സ് നിൽക്കുന്നത്. അതുകൊണ്ട് മരണം ഇന്ദ്രിയങ്ങൾക്കോ ഇന്ദ്രിയ ശക്തികൾക്കും മനസ്സിനും ജീവനും സംഭവിക്കില്ല. ആത്മാവിനും ഒരിക്കലും മരണം സംഭവിക്കില്ല. ശരീരം വയ്യാതെ ആയാലും മനസ്സ് പ്രവർത്തിക്കുക. ആ മനസ്സുകൊണ്ട് പ്രണവമന്ത്രം നമ്മൾ ഒച്ച പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ തന്നെ സ്മരിച്ചാൽ മതി. സാധിക്കില്ലെങ്കിൽ 4 മാത്രയില് സാധിക്കില്ലേ തന്നെ പ്രണവമന്ത്രം വെറുതെ ആവർത്തന വിധേയമായിട്ട് ജപിച്ചാൽ തന്നെ ഈ പ്രോസസ്സ് നടന്നോളും. അപ്പൊ അത് ജപിച്ചുകൊണ്ട് നമ്മൾ ഇനി അത് പ്രാണൻ എതിലേ പോകുന്നു എന്നൊന്നും വ്യാകുലപ്പെടുകയൊന്നും വേണ്ട. നമ്മൾ നല്ല കാര്യം ചെയ്താൽ അവന് സദ്ഗതി ഉണ്ടാവുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഇനി അഥവാ ജനിച്ചാലും ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ശരീരം ഏത് ദ്വാരത്തിലൂടെ പോയാലും വേണ്ടില്ല, നമുക്ക് ശ്രേഷ്ഠമായ ജന്മത്തിലേക്ക് പോകുന്നു ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാനോ അല്ലെ വ്യാകുലപ്പെടാനോ ഒന്നും ഇടവരരുത്. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അയ്യോ ഇനി എൻ്റെ ഗതി എന്താകും എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടാകാം. ഇതൊക്കെ പറയുമ്പം നമുക്ക് അതിൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതനുസരിച്ചായിരിക്കും നമ്മുടെ അനന്തരഗതി. യാതൊരു സംശയവുമില്ല. സത്കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും നാശം സംഭവിക്കില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലത് ചിന്തിക്കുകയും നല്ലത് പറയുകയും നല്ലതും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അവർക്ക് ഈശ്വരന്റെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കും. പക്ഷേ അത് ചിലപ്പോൾ ഒരു ജന്മത്തിലൂടെ ആകാം, അനേക ജന്മങ്ങളിലൂടെ. പക്ഷെ അങ്ങനെ ജനിക്കേണ്ടി വന്നാലും അതുകൊണ്ട് നമുക്ക് യാതൊരു അധപ്പതനും ഉണ്ടാവില്ല. ഉയർന്ന ജന്മത്തിലേക്ക് പോകുള്ളൂ. പിന്നെ എന്തിന് നമ്മൾ വ്യാകുലപ്പെടണം? അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് അതിസുലഭം എന്ന് രമണ മഹർഷി പറഞ്ഞിട്ടുള്ളത് ഓർക്കാം. ഈശ്വരനെ പ്രാപ്തി എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ്. ആ സത്യം ഒന്ന് മനസ്സിലാക്കി കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈശ്വരനിലേക്ക് എത്താനുള്ള വഴി തുറന്നു കിട്ടും. നമ്മൾ ആ പ്രോസസ്സിൽ എത്തിയാൽ മതി. ഒരു ചുവട് വെച്ചാൽ മതി. ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ, ബാക്കി ചുവടും ഭഗവാൻ നമ്മളെ കൊണ്ട് വയ്പ്പിച്ചോളും. അങ്ങനെ ഒരു സ്ഥിതി നമ്മൾ അതായത് നിഷ്കളന്തം നിഷ്പക്ഷ ഭാവത്തിൽ വേണം ഇതിലൂടെയൊക്കെ സമീപിക്കാൻ. നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷനാവും. ജപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു ദിവസം ജപിക്കാൻ പറ്റിയില്ല തന്നെ വിഷമം. അയ്യോ ഒന്നും ജപിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദിവസം പോയിരുന്ന ആൾ ഒരു ദിവസം പോയാൻ പറ്റിയില്ലെങ്കിൽ ആകെ ടെൻഷനാവും, വിഷമാകും. ഇതൊക്കെയാണ് നമ്മുടെ അച്ഛത കൊണ്ട് വരുന്ന ടെൻഷൻസാണ്. ഇത് നമുക്ക് ഒഴിവാക്കണം. കാരണം ഈശ്വരന്മാർ ഒരിക്കലും ശിക്ഷിക്കില്ല. നമ്മൾ എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് ചോദിക്കുകയില്ല, ശിക്ഷിക്കുകയുമില്ല. ഭഗവാന്റെ മാർഗത്തിലേക്ക് നിഷ്കളങ്ക ഭാവത്തെ ശുദ്ധ മനസ്സോടെ ആര് പ്രവേശിക്കുന്നോ അവർക്ക് സദ്ഗതിയെ ഉണ്ടാകും. അത് ഉറപ്പിച്ചാൽ മതി. അതിന് മനസ്സ് ശുദ്ധമാക്കി വെക്കാം. അതാണ് ഏറ്റവും വലുത്. ബാക്കി നിങ്ങൾക്ക് ശരീരം കൊണ്ട് ഇപ്പൊ കുളിക്കോ ഇല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രായത്തിൽ നമുക്ക് സാധിക്കാതെ വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുങ്ങി കുളിച്ചുകൊണ്ടിരുന്നവരൊന്നും മുങ്ങി കുളിക്കുന്നുമില്ല, മുങ്ങി കുളിക്കാനും പറ്റില്ല. ബാത്റൂമിലാണ് കുളിക്കുന്നുണ്ടെങ്കിൽ ആ കുളി പോലും മുടങ്ങും. പഞ്ചവിധ സ്ഥാനമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ തലത്തിൽ കുറച്ച് ലിബറലായിട്ട് ചിന്തിക്കണം, ന്യൂട്രലായിട്ട് ചിന്തിക്കണം. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. ആ മനസ്സുകൊണ്ട് ഈശ്വരനെ ഭജിക്കുക. തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മര. ഈ ഒരു തത്വം നമ്മൾ എപ്പോഴും ഉൾക്കൊണ്ടാൽ മതി. അങ്ങനെ വേണം ലളിതമായ മാർഗം. അപ്പൊ ബാക്കി ഉള്ള പുണ്യകർമ്മങ്ങളുടെ പിന്നാലെ കൂടുതൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതും ബന്ധനമായി തീരും. ഇപ്പം നമ്മൾ ഭക്തിമാർഗം ശരിക്കും ഒരുപാട് ചാരിറ്റി പ്രവർത്തനം, വലിയ സേവനം എന്നുള്ള ധാരണയിലൊക്കെ ലോകസേവാർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളും ദാനവും അതും ഇതൊക്കെ ചെയ്തുകൊണ്ട് നടന്നാൽ ഇപ്പം നൃഗരാജൻ്റെ കഥ ആലോചിച്ചു കൊള്ളുക. അപ്പം ലിമിറ്റ് കൂടുതൽ, എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരിക്കണം.
നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും പറയണ കേട്ടിട്ട് കുറേയൊക്കെ പുണ്യകർമ്മങ്ങളുടെ പിന്നാലെ പോയിട്ടാൽ അത് നമുക്ക് ബന്ധനമായി തീരും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇനി ഉത്തരഗീതയിൽ 2 ശ്ലോകങ്ങളിൽ അവസാനം തന്നെ പറയുന്നുണ്ട്. ശ്ലോകങ്ങൾ ഇന്ദ്രിയ നിരോധനം ബ്രഹ്മദർശനം ഉണ്ടാക്കുന്ന വിധത്തെയും ബ്രഹ്മദർശന ഫലത്തെയുമാണ് ഭഗവാൻ അവതരിപ്പിച്ചത്. ഭഗവത്ഗീതയിൽ അത് പറയുന്നത് എന്താണെന്ന് പരിശോധിക്കാം. അതായത് അത് അധ്യായം 2 തന്നെയാണ്. ശ്ലോകം 14 ഭഗവാൻ പറയുന്നു, മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ദാ ആഗമാ പായിനോ അനിത്യത്താം ദൃശ്യസ്വ ഭാരത. അതായത് മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാ പായിനോ അനിത്യത്താം ദൃശ്യസ്വ ഭാരത. ശീതം ഉഷ്ണം സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം ധർമ്മ അധർമ്മം തുടങ്ങിയ വിപരീത ഭാവത്തിലുള്ള ദ്വന്ദ്ഭാവങ്ങളെ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളെ സ്പർശിക്കുന്നത് കൊണ്ടുണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് അതിനെയൊക്കെ സഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശീതോഷ്ണാദികൾ സ്ഥിരഭാവം അല്ലാത്തതാണ്, അത് വന്നു പോയിരിക്കുന്നതാണ്. അവകൾ വന്നു പോയും കൊണ്ട് ഇരിക്കുന്നവയുമാണ്. ഉപാസകൻ അഭ്യാസ ബലത്താൽ ഇന്ദ്രിയ വൃത്തികളെ ജയിക്കുകയും ശീതോഷ്ണ സുഖദുഃഖാദികൾ കൊണ്ട് മനസ്സിനെ വികാരം ഉണ്ടാക്കാതെയും ഇരിക്കണം. ഇപ്പൊ ചൂട് തണുപ്പ് സുഖം ദുഃഖം ലാഭം നഷ്ടം ജനനം മരണം ഇതൊക്കെ ദുഃഖഹേതുക്കളാണ്. അതുകൊണ്ട് അത് വന്നു പോയിരിക്കുന്നതുമാണ്, സ്ഥിരനിഷ്ഠമായിട്ട് നിൽക്കുന്നതല്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്ലേശങ്ങളോ അനുഭവങ്ങളൊക്കെ ഉണ്ടായാലും അത് ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ട് തന്നെ അതിനെയൊക്കെ ജയിക്കണം. സുഖദുഃഖേ സമയം കൃത്വാന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആ പക്വത, ക്ലേശങ്ങൾ വന്നാലും വേണ്ടില്ല, അത് ഈശ്വരന്റെ അനുഗ്രഹം വരുന്നതിൻ്റെ ലക്ഷണമാക്കി എടുക്കണം. നമ്മൾ ദുഃഖത്തെ മാത്രം എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നാൽ സുഖം ഒരിക്കലും ശാശ്വതമായില്ല, ദുഃഖവും ശാശ്വതമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ദ്വന്ദ്ഭാവം പ്രകൃതിയുടെ സ്വഭാവമാണ്. അപ്പോൾ കുറച്ചു കാലം സുഖമായിട്ട് കഴിഞ്ഞാൽ കുറച്ചു കാലം ദുഃഖമായിരിക്കും, കുറച്ചു കാലം ദുഃഖം അനുഭവിച്ചാൽ കുറേ കാലം ദുഃഖമായിരിക്കും. അപ്പം ചൂടും തണുപ്പും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കില്ലേ. അപ്പം ഈ സുഖം ദുഃഖം ലാഭം നഷ്ടം ജയം പരാജയം ഇതൊക്കെ പ്രകൃതിയുടെ നിയമങ്ങളാണ്. ഇത് വരുന്നതനുസരിച്ച് കൊണ്ടൊക്കെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അനുഭവിച്ച് അതിനെ ജയിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് സാധിച്ചാൽ മാത്രമേ അതിൽ നിന്ന് ഒരു വ്യാകുലതകളോ അല്ലെ വികാര വിചാരങ്ങൾക്ക് അടിമയാകാതെ ഇരിക്കണം. അതിനാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് ഭഗവാൻ സിദ്ധപ്രജ്ഞ ലക്ഷണത്തിൽ തന്നെ പറയുന്നത്. ഇതേ 2-ാം അധ്യായത്തിൽ വീണ്ടും ഭഗവാൻ പറയുന്നത്, യം ഹീന വ്യതേന്ത്യതേ പുരുഷശഭ സമദുഃഖ സുഖം ധീരൻ സോ അമൃതത്വായ കൽപ്പതേ. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ സ്പർശിക്കുന്നതിനാൽ ഉണ്ടാകുന്ന ശീതോഷ്ണ സുഖദുഃഖാദികൾ ഉപാസകൻ സമബുദ്ധിയോടെ സമീപിക്കണം. അവകളിൽ ഉപാസകന് വേദന ആഹ്ലാദം തുടങ്ങിയ വികാരങ്ങൾ ഒന്നും ഉണ്ടാകരുത്. അവനാകുന്നു ധീരനായിരിക്കുന്ന ഉപാസകൻ. അപ്രകാരമുള്ള ധീരന് അമൃതത്വം ലഭിക്കുന്നതാണ്. 2-ാം അധ്യായം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ ഇന്ദ്രിയങ്ങളെ നിരോധിക്കുന്ന കാര്യം 55, 56 ശ്ലോകങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ 2-ാം അധ്യായത്തിലെ കാര്യങ്ങൾ ഭഗവാൻ പറയുന്നത് എന്ന് 55, 56 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. ജ്ഞാത്വാ സർവഗതം ബ്രഹ്മ സർവഭൂതാദിവാസിതം ഇന്ദ്രിയാണാം നിരോധേന കഥം സിദ്ധ്യന്തി യോഗിന എന്ന് അർജുനൻ ചോദിച്ചു. സർവവ്യാപിയായിരിക്കുന്ന ബ്രഹ്മം സർവഭൂതങ്ങളിൽ സർവാംഗവ്യാപിയായിട്ട് അധിവസിക്കുന്നു എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അപ്പോൾ അത് സർവേന്ദ്രിയങ്ങളിലും അധിവസിക്കുന്നുണ്ട്. അപ്രകാരമുള്ള ആ ബ്രഹ്മത്തെ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുവാൻ കഴിയുന്നില്ല. ഇന്ദ്രിയ നിരോധനം വഴി യോഗികൾ അതിനെ എപ്രകാരമാണ് അറിയുന്നത് എന്നാണ് അർജുനൻ ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, 55-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രിയാണാം നിരോധേന ദേഹേ പശ്യന്തി മാനവ ദേഹേ നഷ്ടേ കുതോ ബുദ്ധിനാശോ കൃതജ്ഞത. അതേപോലെ തന്നെയാണ് 56-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, തദ്ദേവ നിരോധസ്യാൽ യാവൽ തത്വം ന വിന്ദതി വിധിതേതു പരേ തത്വേ ഏകമേവാനുപശ്യതി. അതായത് ഇന്ദ്രിയങ്ങളുടെ നിരോധം വഴി യോഗികൾക്ക് ദേഹമാസകലം ശുദ്ധ ബ്രഹ്മമായിട്ട് കാണുവാൻ കഴിയും. അതാണ് ബ്രഹ്മദർശനം എന്ന് പറയുന്നത്.
ഏതെങ്കിലും ഒരു ഇന്ദ്രിയം പ്രവർത്തിക്കാതായാൽ ദേഹം മുഴുവൻ ബ്രഹ്മമായി കാണുവാൻ കഴിയുന്നതാണ്. ദേഹം മുഴുവൻ ബ്രഹ്മമായി കാണുന്ന അവന് സ്വദേഹം നഷ്ടമായിരിക്കുന്നു. ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ദേഹം നഷ്ടമാകുന്നതോടെ അവന് വൃഷ്ടിയായിരിക്കുന്ന ബുദ്ധിയെയും നഷ്ടമാകുന്നത്. സങ്കുചിതമായ ബുദ്ധി ഇല്ലാത്തവന് അവന് ബ്രഹ്മജ്ഞാനമാകുന്ന പൂർണ്ണജ്ഞാനമല്ലാതെ മറ്റൊരു ഭേദചിന്തയും ഉണ്ടാകുന്നതല്ല. ബ്രഹ്മതത്വത്തെ പ്രാപിക്കാത്ത കാലത്തോളം ഇന്ദ്രിയ നിരോധനത്തിൻ്റെയും മറ്റും ആവശ്യം, ഇന്ദ്രിയ നിരോധനമൊക്കെ ഈ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നവരെ ആവശ്യമുള്ളൂ. ബ്രഹ്മതത്വ ദർശനം ഉണ്ടായാൽ പിന്നെ എല്ലാം ഒന്നായിത്തീരുന്നു. അഭേദദർശിയായിരിക്കുന്ന അവന് ഇന്ദ്രിയ നിരോധനം തുടങ്ങിയ അഭ്യാസങ്ങളുടെ ആവശ്യമില്ലാതെയാകുന്നു. അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് 2-ാം അധ്യായത്തിൽ ഈ പറഞ്ഞത്, സുഖദുഃഖങ്ങളെയും ദ്വന്ദ്ഭാവങ്ങളെയൊക്കെ ജയിക്കണം എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ദേഹബോധത്തെ വിട്ടിട്ടിരിക്കാനൊക്കെ അറിയാം. നമുക്ക് ശ്രദ്ധാമയനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് താല്പര്യമുള്ള വിഷയത്തിലാണെങ്കിൽ നമ്മൾ ശരീരത്തെ പോലും മറന്നിട്ടിരിക്കുമല്ലോ. അപ്പം ഇത് ഈശ്വര ധ്യാനത്തിലിരിക്കുമ്പോൾ ഈ ഒരു ഭാവം കൈവന്നാൽ അത് ബ്രഹ്മഭാവത്തെ ദർശിക്കാൻ സാധിക്കുന്നതാണ്. ബ്രഹ്മഭാവത്തെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പോലും ആ പ്രകാശമയമായിരിക്കുന്ന ആ ദിവ്യ തേജസ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരേ പ്രകാശത്താൽ വലയം ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശരീരം എന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന ശരീരം പോലും ആ പ്രകാശമയമായി തീരും. ഇത് ഏതെങ്കിലും ഇന്ദ്രിയങ്ങൾ ആ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സാധ്യവുമല്ല. അതുകൊണ്ടാണ് ഇവിടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ സ്പർശിക്കുന്നത് ഉണ്ടാകുന്ന ശീതോഷ്ണ സുഹൃതക്കാദികൾ ഉപാസന സമബുദ്ധി കൊണ്ട് ജയിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. കാരണം ഈ ഇന്ദ്രിയങ്ങളാണ് പ്രശ്നം. ഇന്ദ്രിയങ്ങളുടെ ആഹാരം വിഷയാവിനിവർത്തന്റെ നിരാഹാരസ്യ ദേഹിനകര സവർജന സൂപ്യസ പരം ദൃഷ്ട്വാ നിവർത്തത എന്നൊക്കെ പറഞ്ഞത്, ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതിൻ്റെ ആഹാരം അതാത് വിഷയങ്ങളാണ്. അതിനെയൊക്കെ വർജിക്കണം. അല്ലാതെ ഏതെങ്കിലും ഇന്ദ്രിയം അവരുടെ അതാത് വിഷയങ്ങളെ ആഹരിക്കാൻ ഇച്ഛിച്ചാൽ ഒരിക്കലും ഈ പറയുന്ന ബ്രഹ്മജ്ഞാനം ബ്രഹ്മത്വത്തിലേക്ക് നമുക്ക് എത്താനും സാധ്യമല്ല. അതുകൊണ്ട് യഥാ സംഭരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥ്യപ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത എന്ന് 2-ാം അധ്യായത്തിൽ പ്രജ്ഞലക്ഷണം പറയുമ്പോൾ 58-ാമത്തെ ശ്ലോകത്തിനും പറഞ്ഞു എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്. അതിൻ്റെ ഇന്ദ്രിയങ്ങളെ എപ്രകാരമാണോ പ്രതിസന്ധി ഘട്ടത്തിൽ 5 ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതേപോലെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിരോധിക്കണം. അപകട സാധ്യത കാണുമ്പോൾ തന്നെ തൻ്റെ അവയവങ്ങളെല്ലാം തോടിനുള്ളിലേക്ക് വലിക്കുന്നു. അതേപോലെ യോഗി തൻ്റെ ഇന്ദ്രിയങ്ങളെ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിശേഷം പിൻവലിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രജ്ഞ സ്ഥിരപ്പെടുന്നതാണ്. അതുതന്നെയാണ് ആ വിഷയങ്ങളെ വർജിക്കണം എന്ന് പറയുന്നത്. വിഷയാവിനിവർത്തന്റെ നിരാഹാരസ്യ ദേഹനക രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തത. ഇതാണ് പ്രത്യാഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കണ്ണിനെ കാഴ്ചകളിൽ നിന്നും, ചെവിയെ കേൾവികളിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും, നാക്കിനെ സ്വാദിൽ നിന്നും, ത്വക്കിനെ സ്പർശനത്തിൽ നിന്നും നിയന്ത്രിക്കാൻ, പിൻവലിക്കാൻ ശീലിക്കണം എന്നർത്ഥം. അതാണ് ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പം അതാത് ഇന്ദ്രിയങ്ങൾക്ക് അതാത് വിഷയങ്ങളിലുള്ള ആഹാരമാണ് വർജിക്കേണ്ടത്. കണ്ണിൻ്റെ ആഹാരം എന്താണ്? നല്ല നല്ല കാഴ്ചകൾ. ചെവിയുടെ ആഹാരം കർണാനന്ദകരമായിട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്, അത് അതിൻ്റെ ആഹാരമാണ്. സ്വാദിഷ്ടമായ ഭക്ഷണം നാക്കിൻ്റെ ആഹാരമാണ്. സുഗന്ധം, ഗന്ധം സ്വീകരിക്കുക എന്നുള്ളത് മൂക്കിൻ്റെ ആഹാരമാണ്. നല്ല നല്ല സ്പർശന സുഖം ഉണ്ടാക്കുക എന്നുള്ളത് ത്വക്കിൻ്റെ ആഹാരമാണ്. ഇതിനെ നിയന്ത്രിക്കണം, ഇതിനെ വർജിക്കണം. അപ്പോഴാണ് ദേഹബോധത്തിൽ നിന്ന്, ഇതാണ് നമ്മളെ ദേഹത്തെ പോലും ബന്ധിപ്പിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് ഇതിനെ വർജിക്കണം എന്ന് ആണ് ഭഗവാൻ പറയുന്നത്. അത് സാധിച്ചാൽ മാത്രമേ നമുക്ക് ഉത്തരഗീതയിൽ പറയുന്ന ഈ ദേഹബോധത്തിൽ നിന്നും ദേഹിബോധത്തിലേക്ക് എത്തുമ്പം ആത്മദർശനം തന്നെയാണ് ബ്രഹ്മദർശനം. അത് തന്നെയാണ് ഈശ്വര ദർശനം എന്ന് പറയുന്നത്. അത് മാംസചക്ഷുസുകളെ കൊണ്ടൊരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഈ മാംസചക്ഷുസുകളൊക്കെ ഈ ഇന്ദ്രിയങ്ങളിൽ വ്യാപരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ വർജിക്കണം. വിഷയങ്ങൾ വിട്ടുപോകുന്നു എങ്കിലും അവയുള്ള ഇച്ഛ നിലനിൽക്കുന്നതായിരിക്കും. ഇനി പറയുന്ന ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ശരീരം അടക്കി നമ്മൾ ഇരുന്നാലും വേണ്ടില്ല, ഏതെങ്കിലും ഒരു വിഷയം, ഈ ഇന്ദ്രിയങ്ങൾക്ക് ആഹാരമായിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയം
മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ പോലും അവിടെ ആ വർജനം പൂർണ്ണമായില്ല എന്നർത്ഥം. അപ്പം യഥാർത്ഥ ദേഹബോധത്തിൽ നിന്ന് വിടാൻ പറ്റില്ല. അപ്പം നമുക്ക് ശരീരം കൊണ്ട് അടങ്ങിയിരിക്കുന്നുണ്ട്, അതിൻ്റെ പിന്നാലെയൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിലും വേണ്ടില്ല, മനസ്സുകൊണ്ട് അത് കിട്ടിയാൽ തിരക്കേടില്ല എന്ന് വിചാരിച്ചിരുന്നാൽ പോലും അത് നമുക്ക് യഥാർത്ഥ ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിക്കില്ല, ദേഹബോധത്തിന് ബന്ധകാരണമായി ഭവിക്കും. അതുകൊണ്ട് യോഗാഭ്യാസത്താൽ പരമാത്മ ദർശനം ഉണ്ടാകുന്നതിലൂടെ വിഷയാഭിലാഷവും നശിച്ചു പോകും. നിരന്തരമായിരിക്കുന്ന അഭ്യാസത്തിലൂടെ മാത്രമേ ആത്മദർശനവും ലീനമായി കിടക്കുന്ന വിഷയ അഭിലാഷനാശം സംഭവിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ 2-ാം അധ്യായത്തിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സ് പോലും നിയന്ത്രിക്കപ്പെടണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ഇന്ദ്രിയങ്ങൾ അടങ്ങാതെ ഒരിക്കലും മനസ്സ് ഏകാഗ്രമാക്കാൻ സാധ്യമല്ല. മനസ്സ് ഏകാഗ്രമാകാതെ ബുദ്ധി ഉറക്കില്ല. ബുദ്ധി ഉറയ്ക്കാതെ ഒരിക്കലും ആത്മശക്തി ഉണരില്ല. അപ്പം അതിനുള്ള പ്രോസസ്സ് നമ്മൾ സ്വയം യോഗാഭ്യാസത്താൽ തന്നെ, അതാണ് യോഗം എന്ന് പറയുന്നത്. അത് സാധിച്ചാൽ യോഗമായി. ഒരു ആമയുടെ ഉദാഹരണം പറഞ്ഞെങ്കിലും ആമയുടെ 5 ഇന്ദ്രിയങ്ങളും പുറത്ത് നിർത്തിക്കൊണ്ട് ഒരു ഭഗവാന് വേണ്ടിയിട്ട് ഒരു ദീപസ്തംഭം ഏറ്റിക്കൊണ്ട് നിൽക്കുന്ന ക്ഷേത്രത്തിന് മുമ്പ് കാണുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഈശ്വര അർപ്പണമായിട്ട് ചെയ്യുന്ന ഒരു കർമ്മം ചെയ്യുന്നവന് മാത്രമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കൂ. എങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം? താനി സർവാണി സംയമ്യാഗ്നി യുക്ത ആസീത മൽപരവശേഖ്യസ്യ. ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഈശ്വരനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കാതെ നമുക്ക് ഈ പറയുന്ന ഇന്ദ്രിയ നിയന്ത്രണവും സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു കൊള്ളുക. അതുകൊണ്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. അപ്പോ ഈ 2-ാം അധ്യായത്തിലാണ് ശരിക്കും ഉത്തരഗീതയും പല അധ്യായങ്ങളെ പറ്റി നമുക്ക് പറഞ്ഞു തന്നെങ്കിലും ശരിക്കും സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിലാണ് ഉത്തരഗീതയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണം ശരിക്ക് ഗഹനമായിട്ട് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ഹംസയോഗത്തിൻ്റെ ഫലം അനുഭവിച്ചറിയാൻ സാധിക്കും. അവിടെ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താ? 2-ാം അധ്യായത്തില് യേഷാം ബ്രാഹ്മീസ്ഥിതി പാർത്താനൈനാം പ്രാപ്യഭിമുഖ്യതി സ്ഥിത്വാസ്യ അന്ത്യകാലേവി ബ്രഹ്മനിർവാണം വൃച്ഛതി എന്ന് പറഞ്ഞു. നമുക്ക് ജീവിതത്തിൻ്റെ ഈ ജന്മത്തിൽ തന്നെ അന്ത്യകാലത്തെങ്കിലും ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്വം നമുക്കുണ്ടായാൽ നമുക്ക് ബ്രഹ്മപ്രാപ്തി സാധ്യമാണെന്നാണ് പറഞ്ഞു. നിങ്ങൾ ഒരു ഹംസയോഗവും ക്രിയായോഗവും ശീലിച്ചില്ലെങ്കിലും ലളിതമായ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ മാർഗദർശനത്തെ മനസ്സിരുത്തി അഭ്യസിക്കണം, അനുസരിക്കണം. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇന്ദ്രിയങ്ങളെ നമ്മൾക്ക് ഒരു യോഗം, ഭക്തിയോഗം ആയിക്കോട്ടെ, ജ്ഞാനയോഗമായിക്കോട്ടെ, ഈ പറയുന്ന ഉത്തരഗീതയിൽ പറയുന്ന ഹംസയോഗമായിക്കോട്ടെ, അഥവാ അതിനുള്ള അഭ്യാസം ക്രിയായോഗമായിട്ട് പറഞ്ഞാലും വേണ്ടില്ല, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഈ യോഗം ഒന്നും പ്രാപ്യമാണ്. ഏത് മാർഗത്തിൽ പോയാലും ഈശ്വരപ്രാപ്തിയാണ് യഥാർത്ഥ യോഗം. അപ്രാപ്യസ്യ പ്രാപ്യതേതി യോഗം. അതിനെല്ലാവിധ ക്ലേശങ്ങളെയും നമ്മൾ അതിക്രമിക്കണം. ക്ലേശവും അധികതരശേഷം അവ്യക്താസേതസാ അവ്യക്താക്കി ഗതിർ ദുഃഖം ദേഹബിർ അവിരവ്യാപ്തി. ശരീരക്ലേശങ്ങളെ വരെ അതിക്രമിക്കണം. ശരീരമാധ്യമമാണിത്. അതുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചിട്ട് ഈശ്വരപ്രാപ്തി എന്ന് പറഞ്ഞാൽ ശരീരബോധത്തെയാണ് ഉപേക്ഷിക്കേണ്ടത്. ശരീരം വീണു പോകുന്നത് എപ്പോൾ വീണു പോയാലും വേണ്ടില്ല, നമ്മുടെ ജീവൻ ഈശ്വരനിലേക്ക് എത്തണം. അത് ശരീരം ഏത് തരത്തിൽ വീണാലും വേണ്ടില്ല, എന്ത് ക്ലേശം ഉണ്ടായി വീണാലും വേണ്ടില്ല, അത് ജീർണിക്കും. എത്രയൊക്കെ ഭക്തി കൊണ്ട് നടന്നാലും ഈ ശരീരം പോകേണ്ട സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് ശരീരം നമ്മൾ ഉപേക്ഷിക്കണം. അത് പോകേണ്ട വഴിക്ക് പൊക്കോട്ടെ, അതിൽ നിന്ന് ഒരു പരയായിട്ട് ചിന്തിക്കണം. അതിനൊക്കെ തടസ്സമുണ്ടാക്കുന്നത് എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടാണ് ഏറ്റവും വലിയ നമുക്ക് പ്രതിബന്ധമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളാണ് ഇനി ഈ കമ്പയർ സ്റ്റഡിയിൽ നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളത്. അതുകൊണ്ട് ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നു, യതതോഹ്യവി കൗന്ദേയ പുരുഷസ്യ വിഭസിതകേന്ദ്രിയാണി പ്രമാദേനി ഹരന്തി പ്രസവം. ഇന്ദ്രിയങ്ങൾ ഇളക്കി മറിഞ്ഞുകൊണ്ടിരിക്കുന്നവയാണ്. മോക്ഷത്തിന് വേണ്ടിയിട്ട് കഠിന ശ്രമം നടത്തുന്ന വിവേകിയുടെ മനസ്സിനെ പോലും ഇന്ദ്രിയങ്ങൾ ബലാത്കാരമായിട്ട് അപഹരിക്കുന്നതാണ്. അതായത് മോക്ഷിച്ചു മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ പ്രമാദികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇടയ്ക്ക് മനസ്സിനെ വിഷയങ്ങളിലേക്ക് പോകുന്നതിനാൽ ഉപാസകൻ അതത് ഘട്ടങ്ങളിൽ മോക്ഷ ചിന്ത പോലും മറന്നുപോകും.
ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ എളുപ്പമല്ലെന്നതാണ് സാധാരണ. കാരണം നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങൾ, ഈ പറഞ്ഞ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പഞ്ചവിഷയങ്ങളിൽ ആഹാരമായിട്ട് സ്വീകരിക്കുന്ന ആഹാരത്തെ എല്ലാം വർജിക്കണം എന്ന് പറഞ്ഞു. അതെപ്രകാരം വർജിക്കണം എന്ന് ശീലിച്ചാലും വർജിച്ച് ശരീരം കൊണ്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോകാതെ ഇരുന്നാലും വേണ്ടില്ല. ഏതെങ്കിലും പഞ്ചവിഷയങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ മനസ്സിൽ ചിന്തിച്ച് അതിനോട് താല്പര്യം ഉണ്ടായാൽ മതി, ദേഹബോധം വിടില്ല. അപ്പൊ എന്താ പ്രശ്നം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഒരു ഇന്ദ്രിയെങ്കിലും അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഇച്ഛ മനസ്സിലുണ്ടായാൽ പോലും ഈശ്വരപ്രാപ്തി സാധ്യമല്ല. ബ്രഹ്മജ്ഞാനം ലഭിക്കുന്ന പ്രശ്നമില്ല, അതിൽ കൊളുത്തി പിടിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് എന്ത് വേണം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തില് 61-ാമത്തെ ശ്ലോകത്തിൽ എന്താ ചെയ്യേണ്ടത്? അതിനൊറ്റ എളുപ്പമാർഗമുള്ളൂ, ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. താനി സർവാണി സംയമ്യ യുക്ത ആസീത മൽപര വശേഖി യസേന്ദ്രിയാണി തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത. അതിനാൽ യോഗയുക്തനായിക്കൊണ്ട് ഇരുന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ചലനമില്ലാത്ത പരമാത്മാവിൽ അഥവാ എന്നിൽ തന്നെ ലയിപ്പിക്കണം. ഇന്ദ്രിയങ്ങളെ പരമാത്മാവിൽ ലയിപ്പിക്കുന്നതായാൽ പ്രജ്ഞ സ്ഥിരപ്പെടുന്നതാണ്. ഇന്ദ്രിയങ്ങളുടെ നിശ്ചലത്വം സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമായിട്ട് ഭഗവാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം എന്നാണ് ഭഗവാൻ തന്നെ പറയുന്നത്. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരൻ എന്നാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ തന്നതാരാ? അതിൻ്റെ അടിസ്ഥാനം, മൂലം, സ്ഥാനം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഈശ്വരനെ ബാക്കിയെല്ലാം മറന്നിട്ട് ശരണം പ്രാപിക്കുക. അഥവാ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരുന്നാൽ എന്താ ഉണ്ടാകുക എന്നും ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ധ്യായതോ വിഷയാൻ പുംസക സംഘം നമ്മുടെ സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ജന്മം ഇത്രയൊക്കെ പ്രാക്ടീസ് ചെയ്താൽ പോലും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതിരുന്നാൽ അതിൻ്റെ പരിണതഫലം ഏത് ഘട്ടത്തിലും വന്ന് ഭവിക്കും. അത് ഏറ്റവും വലിയ പ്രതിബന്ധമായിട്ട് ഈശ്വരപ്രാപ്തിക്ക് പ്രതിബന്ധമായിട്ട് മാറുകയും ചെയ്യും. അതാണ് ധ്യായതോ വിഷയാൻ പുംസക സംഘസ്യ ശുഭജായതേ സംഘ സംജായതേ കാമാൽ കാമാൽ ക്രോധോ വിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമക സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണസതി. ഏത് ഇന്ദ്രിയ വിഷയമാണോ നമ്മൾ മനസ്സുകൊണ്ട് പോലും വർജിക്കാതിരിക്കുന്നത്, അതേ വിഷയത്തിൽ ആഗ്രഹം ജനിക്കുകയും അതിൻ്റെ പിന്നാലെ പോവുകയും അത് സാധിക്കാതെ വന്നാൽ ക്രോധം വരികയും ക്രോധം വന്നാൽ ഇതുവരെ പ്രാപ്യമാക്കിയിരിക്കുന്ന ശക്തികൾ പോലും നഷ്ടപ്പെട്ട് അതിൽ നിന്ന് മെമ്മറി പവർ, ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ട് ബുദ്ധിഭ്രമമുണ്ടാകും, എന്തെങ്കിലുമൊക്കെ ചെയ്തു വയ്ക്കും. അപ്പോൾ അത് നാശത്തിന് കാരണമായി. അതാണ് ഈ 2 ശ്ലോകത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാനും വീണ്ടും ഭഗവാനെ രാഗദ്വേഷ വിയക്തസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്വരൻ ആത്മവൈശ്യർ വിധേയാത്മാ പ്രസാദമതി ഗച്ഛതി. എന്നാൽ ജാനി സർവാണി സംയമ്യ യുക്താസീതമൽപരവശേഖേന്ദ്രിയാണ് പ്രജ്ഞാ പ്രതിഷ്ഠിത. ഭഗവാനെ തന്നെ അനന്യമായിട്ട് ശരണം പ്രാപിച്ചവർക്ക് അതിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് വർജിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിലുള്ള രാഗദ്വേഷങ്ങൾ ഇല്ലാതെ വരും. കാരണം രാഗം പറയുന്ന വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ആഗ്രഹം അതില്ലാതെ വരികയും അതിൻ്റെ ദോഷത്തെ മനസ്സിലാക്കുകയും ചെയ്യുമ്പം ആ വിഷയത്തെ കൂടി ഉപേക്ഷിക്കും. അങ്ങനെ വന്നാൽ ആ വിഷയ ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിയന്ത്രിച്ച് ആത്മാവിൽ ഉറച്ചു നിൽക്കുക. ആത്മവൈശ്വർ വിധേയാത്മാ, ആത്മാവിനെ മാത്രം വിധേയത്വം സ്വീകരിച്ച് ആത്മാവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ആത്മബോധത്തോടു കൂടി നിൽക്കുന്നവന് ആത്മപ്രസാദം ലഭിക്കും. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസ്സൂഖ്യാശു ബുദ്ധി പരിവതിഷ്ഠൻ. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ചിത്തശക്തി ആത്മബോധം ഉണരുകയുള്ളൂ. ആത്മബോധം ഉണർന്നാലാണ് ആത്മബുദ്ധി പ്രസാദകം. ആത്മാവിനും ബുദ്ധിക്കും പ്രസാദജമായിട്ട് മാറും. അതാണ് പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ. അതോടുകൂടി നമ്മുടെ സകല ദുഃഖങ്ങൾക്കും പരിഹാരമായി. പിന്നെ ഈ ആത്മപ്രസാദം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ ദുഃഖിക്കേണ്ടി വരികയില്ല. ഏതേത് വിഷയങ്ങൾ നമുക്ക് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ പ്രസന്നതയോടെ അതിക്രമിക്കും. അതാണ് പ്രസാദം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു അമ്പലത്തിൽ പോയാൽ കിട്ടുന്ന ഇലയിലും കിട്ടുന്ന പൂവും പ്രസാദം ഒന്നുമല്ല യഥാർത്ഥ പ്രസാദം.
അത് പ്രയാസമാണ്. അത് കുറച്ച് നേരം നമ്മുടെ കയ്യിലിരിക്കുള്ളൂ, അത് തന്നെ നഷ്ടപ്പെടും, വേസ്റ്റാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ആകും. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായ അതൊക്കെ വേസ്റ്റായി പോകും, നഷ്ടപ്പെടുന്നതാണ്. എത്ര സൂക്ഷിച്ചു വെച്ചാലും ഈ ചന്ദ്രൻ പൂവും പ്രസാദവും ഒന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നില്ല. എന്നാൽ ഭഗവത് പ്രസാദം, ആത്മപ്രസാദം ലഭിച്ചാലോ അത് ആത്മാവിനും ബുദ്ധിക്കും പ്രസാദമായി വരുന്നല്ല, നമ്മുടെ അതായിരിക്കും ശരിക്കും ബ്രഹ്മപ്രാപ്തിയിലേക്ക് നയിക്കുക. അതുകൊണ്ട് ഈ പ്രസാദമാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. അതിന് തടസ്സമുണ്ടാക്കുന്നതോ, അതുകൊണ്ട് അതിൽ നിന്നാണ് നമുക്ക് മനഃശാന്തി ലഭിക്കുകയുള്ളൂ. അത് ലഭിക്കാൻ ഈ ഒരു അവസ്ഥ കൈവരുത്തി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമുക്കത് അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോടൊന്നും പറയണ്ട, 42 വയസ്സ് മുതൽ പൂർവ്വജന്മത്തിൽ ഈ ഒരു അവസ്ഥ നമ്മൾ കുറേയൊക്കെ യോഗ അവസ്ഥയിൽ എത്തിയതായതുകൊണ്ടാണ് അത് പൊടി തട്ടിയപ്പോൾ പെട്ടെന്ന് തെളിഞ്ഞു വന്നു. 42 വയസ്സിന് ശേഷം ഇന്ന് വരെ, ഈ നിമിഷം വരെ എനിക്ക് ഈ ഭൗതികമായ ഒരു സുഖദുഃഖങ്ങളും ആരുടെ അനുഭവങ്ങൾ നമ്മൾ അവരുടെയൊക്കെ കാര്യങ്ങളുടെ ഇടപെട്ടാൽ പോലും അവിടെയൊക്കെ ആത്മപ്രസാദത്തോടുകൂടി, ശാന്തിയോടുകൂടി, സമാധാനത്തോടുകൂടി നമുക്കതിനെയൊക്കെ അതിജീവിക്കാനും അവരോട് സമീപിക്കാനും സാധിക്കും. ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിലും വ്യാകുലപ്പെട്ടിരിക്കാറില്ല. എനിക്ക് ദുഃഖം എന്ന് പറയുന്നത് എൻ്റെ ദൂരെയാണ്. അപ്പം ആത്മപ്രസാദം ഇത് നമ്മൾ അനുഭവിച്ചറിയണം, അതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ടായില്ല. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് കുറച്ചൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ഇതുവരെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഇതുവരെയുള്ള കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് എന്ന് മുതലാണോ ഈ ഈശ്വര കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധയും അത് അറിയാനുള്ള ജിജ്ഞാസയും ഉണ്ടായത്, അന്ന് മുതലായിരിക്കും ശരിക്കും നമ്മൾ സന്തോഷം, സുഖം അനുഭവിക്കുക. ആ സുഖം ദുഃഖമല്ല, ആനന്ദമാണ്. ഇതാണ് ആത്മബുദ്ധി പ്രസാദം എന്ന് പറയുന്നത്. ഇത് അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ അതിലാണ് അഡിക്റ്റ് ആകേണ്ടത്. ഇത് എത്ര അനുഭവിച്ചാലും പോരാത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി ഒരു ജന്മം ഉണ്ടായാലും ഈ അവസ്ഥയിലായിരിക്കും വന്ന് ജനിക്കുക. അപ്പൊ പിന്നെന്താ കുഴപ്പം? അതാണ് അനായാസന ജീവിതം. സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ, ആരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാനുള്ള കെൽപ്പും അതിനുള്ള ശക്തിയൊക്കെ ഈശ്വരൻ നമുക്ക് തന്നാണ് ഇങ്ങോട്ട് വിട്ടിച്ചിരിക്കുന്നത്. അതാണ് പരിശ്രമം ചെയ്യിലെന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. ഈ ഒരു 2 വരികൾ ഓർത്തിരിക്കണം. മനുഷ്യന് മാത്രമേ സാധിക്കൂ. അതാണ് അത്. ചില കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലി ചില കാര്യങ്ങൾ ഭഗവാൻ ചെയ്യാനൊക്കെ നിർദ്ദേശം കിട്ടാൻ തുടങ്ങിയാലേ നിന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ട് അത് ചെയ്തോളൂ. കർമ്മബന്ധനം തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ, നിന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ, വേറെ ആർക്കും സാധിക്കില്ല. കാരണം നിനക്ക് ഈ കർമ്മമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇതിൻ്റെ വരുംവരായികളെ മനസ്സിലാക്കിക്കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യൂ. അത് ആദ്യം കർമ്മബന്ധനം, നിന്റെ മാർഗത്തിന് തടസ്സം ഉണ്ടാക്കുന്ന ആ ബന്ധനങ്ങളാണെന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് ഭഗവാൻ പറഞ്ഞതനുസരിച്ച് അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അവിടെയാണല്ലോ നമുക്ക് മനഃപ്രസാദം ലഭിക്കുക. നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ അതിലാണ് നമുക്ക് ശാന്തിയും സംതൃപ്തിയും ലഭിക്കുക. ഇതാണ് മനഃപ്രസാദം എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ കിട്ടി പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ പ്രസാദം കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ ആരെങ്കിലും പറയണ പോയിട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോയാൽ ഒരിക്കലും ശാന്തി സമാധാനം നമ്മൾ പ്രതീക്ഷിച്ചായിരിക്കും അതിൻ്റെ പിന്നാലെ പോകുന്നത്. പക്ഷെ അന്തിമമായിട്ട് ദുഃഖമായിരിക്കും. ഇത് ആരുടെയെങ്കിലും ഉപദേശം കേട്ടിട്ട് സന്യസിക്കാൻ പോയാലും ഇതാ അവസ്ഥ. ഉന്തി മരം കയറ്റാൻ കൈ വിടുമ്പോൾ താഴെ പോരും. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവനവന് താല്പര്യമുള്ള വിഷയങ്ങൾ താല്പര്യമുള്ളതനുസരിച്ചുകൊണ്ട് ചെയ്ത് അതിൽ പ്രതിബന്ധം തീർക്കണം എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അതിനാണ് നമ്മുടെ ഈ ആത്മാവ് ശക്തി ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ എവിടെയൊക്കെ കർമ്മബന്ധനങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഭഗവാൻ മനസ്സിലാക്കി തരും. കാരണം ഈശ്വരന്റെ അംശമാണ് നമ്മുടെ ഉള്ളിൽ. ഇപ്പൊ എനിക്ക് എപ്രകാരം മാർഗദർശനം, നീ ഇവിടെ പോയിട്ട് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്നതൊക്കെ ചെയ്യൂ, അതിനാരെതിർത്താലും ക്ലേശങ്ങളോ ഇല്ലെങ്കിൽ എന്തുണ്ടായാലും വേണ്ടില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ഒരു ഉറപ്പ് മതിയല്ലോ. അപ്പൊ നമ്മുടെ കർമ്മബന്ധനങ്ങൾ തീർക്കാതെ നമുക്ക് ഒരിക്കലും സൽഗതി നേരായ മാർഗത്തിൽ ഈശ്വരിലേക്ക് എത്താനും സാധിക്കില്ല. എന്തെങ്കിലും ജോലി ബാക്കി വെച്ചിട്ട് അത് ചെയ്തിട്ട് വരാൻ പറയും. അതാണ് പ്രശ്നം. അതിനുള്ള മാർഗദർശനം നമ്മളെ യഥാർത്ഥ മാർഗത്തിലാണെങ്കിൽ നമുക്ക് മാർഗദർശനവും ഭഗവാൻ നൽകും എന്നർത്ഥം. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മശക്തി ഭഗവാന്റെ അംശം തന്നെയാണല്ലോ. അതിനെ നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം നമ്മൾ അറിയുന്നുമില്ല, അത് ഉപയോഗിക്കുന്നുമില്ല.
പിന്നെ തന്നിഷ്ടം. അതാണ് ഈ കൾച്ചറും നേച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്നർത്ഥം. നമ്മൾ യഥാർത്ഥത്തിൽ ഈശ്വരന്റെ ശക്തിയെ മറച്ചു വെച്ചിട്ട് തന്നിഷ്ടത്തിന് ജീവിക്കുമ്പോഴായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. നമ്മളെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ശേഷിയും എന്ത് ചെയ്താലും ചിന്തിച്ചാലും പറഞ്ഞാലും പ്രവർത്തിച്ചാലും ദോഷമില്ലാതിരിക്കണമെങ്കിൽ ഭഗവാന്റെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കണം. ഭഗവാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. അത് എൻ്റെ അനുഭവത്തിൽ സക്സസ് ആയി. 42 വയസ്സും 5 ജന്മം പോലും നഷ്ടമാകാൻ കാരണം പോലും നമ്മുടെ ഇഷ്ടത്തിന് അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടവന്നു. അതും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഇല്ല മറ്റുള്ളവർ പറഞ്ഞിട്ടോ എന്നൊക്കെ നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചല്ലോ, എന്ത് ന്യായീകരണം കൊണ്ടെന്നാലും. അതാണ് സ്ഥാനഭ്രഷ്ടനാകാന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ഈ പ്രസാദം ലഭിച്ചാൽ പിന്നെ യഥാർത്ഥ ആത്മബോധം നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാ. അതുകൊണ്ടാണ് രമണ മഹർഷി പറഞ്ഞ അയ്യേ അതിസുലഭം എന്ന് പറഞ്ഞത്. ആവർത്തിച്ച് പറയുന്നുണ്ട്, നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനമാണ്, നമ്മളിത് അന്വേഷിച്ച് നടക്കണേ. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം എടുത്ത് അത് ഉപയോഗിക്കണ്ടേ, അത് പ്രസാദമായിട്ട് മാറുന്ന ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് നാസ്തി ബുദ്ധിരയുക്തസ്യ നജായുക്തസ്യ ഭാവന നജാ ഭാവി ഏതശാന്തി അശാന്തസ്യ കുതസുഖം. ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയാത്തവന്, ഈ പറയുന്ന സിദ്ധി ലഭിക്കാൻ സാധിക്കാത്തവന് ഒരിക്കലും ശരിയായ ബുദ്ധി ഉണ്ടാകുന്നതല്ല. ഇന്ദ്രിയ സ്വാധീനവും ബുദ്ധിയും ഇല്ലാത്തവന് എങ്ങനെയാണ് ആത്മധ്യാനം ഭാവന ചെയ്യുന്നത് പോലും? അവന് ഒരിക്കലും ആത്മധ്യാനം ചെയ്യുവാൻ കഴിയുന്നതല്ല. കാരണം മറ്റു വിഷയങ്ങൾ വ്യാപിച്ചിരിക്കുന്നവർക്ക് ആ വിഷയമായിരിക്കും ഭാവന. ഇപ്പം ഒരു ശ്രേഷ്ഠനായ മഹാത്മാവ് ഗുരുവിന്റെ കീഴിൽ പോലും ധ്യാനം സ്വീകരിച്ചിട്ട് ആ ഗുരു മനസ്സിലാക്കി ആ ശിഷ്യൻ മസാല ദോശയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഗുരുവിന്റെ മുമ്പിലിരുന്ന് നമ്മൾ ധ്യാനിച്ചാലും ഗുരുവിന് അത്രമാത്രം തത്വദൃശി ആണെങ്കിൽ മാത്രമേ നമ്മുടെ ശിഷ്യൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നതെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ ധ്യാനിക്കാൻ പറയും, എല്ലാവരും ഇരുന്ന് ധ്യാനിക്കും. പക്ഷെ അവരവർക്ക് ഇഷ്ടമുള്ള വിഷയമായിരിക്കും ചിലപ്പോൾ ധ്യാനിക്കണേ. ഇത് ഗുരുവിന് തത്വദർശനം ഇല്ലെങ്കിൽ ഗുരുവിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. എത്ര പേരിരുന്നാലും അവരുടെ മനസ്സൊക്കെ വായിച്ചറിയാൻ ഗുരുവിന് സാധിക്കണം. ആ ഗുരുവാണ് തത്വദർശി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ആത്മധ്യാനം ലഭിക്കാൻ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഇന്ദ്രിയങ്ങളാണ് പ്രതിബന്ധങ്ങളായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ ഒരിക്കലും ആത്മധ്യാനം സാധ്യമല്ല. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ മനസ്സടങ്ങില്ല, മനസ്സടങ്ങാതെ ബുദ്ധി അടങ്ങില്ല, ബുദ്ധി അടങ്ങാതെ ആത്മശക്തിയും ഉണരുന്നതല്ല. ആ ആത്മധ്യാനം ലഭിക്കാത്തവന് ആത്മവിഷയമായ അറിവും ലഭിക്കുന്നതല്ല. അതാണ് ഈ കവചങ്ങളെ ഭേദിക്കാനുള്ള മാർഗം. അതുകൊണ്ട് ധ്യാനം നടത്താത്തവന് ശാന്തി ലഭിക്കുന്നതല്ല, ശാന്തിയില്ലാത്തവന് സുഖവും ലഭിക്കുകയില്ല. അതുകൊണ്ട് ശാന്തിയും സുഖവും ലഭിക്കണമെന്ന് ഇച്ഛിക്കുന്നവൻ ഇന്ദ്രിയങ്ങളെ സ്വാധീനപ്പെടുത്തി ആത്മധ്യാനം ശീലിക്കേണ്ടതാണ്. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുനാമ വിഭാംബസി. അതുകൊണ്ട് ബാഹ്യവിഷയങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളോടൊപ്പം മനസ്സിനെ വിടുവാൻ അനുവദിക്കരുത്. എന്തെന്നാൽ ജലത്തിൽ പൊന്തിക്കിടക്കുന്ന തോണി കാറ്റ് വരുന്നതനുസരിച്ച് ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്നത് പോലെ ഉപാസകന്റെ പ്രജ്ഞയും ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കും. എന്തിനാണ് ഒരു യുദ്ധഭൂമിയിൽ ഭഗവാൻ ഒരു ദിവ്യമായ രഥത്തിന്റെ മുകളിൽ വെളുത്ത കുതിരകളെ പൂട്ടി ഈ ഗീതോപദേശം നടത്തിയത്? ജീവിതം എന്ന് പറയുന്നത് തന്നെ ഈ ആത്മധ്യാനത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു യുദ്ധം തന്നെയാണ്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഈ വെളുത്ത കുതിരകൾ, കുതിച്ചു പായുന്ന കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ. അതിനെ കൺട്രോൾ ചെയ്യുന്നത് മനസ്സാകുന്ന കടിഞ്ഞാണാണ്. അത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് ഭഗവാനാണ്. ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്നത്, സാരഥിയായിട്ട് നിൽക്കുന്നത് ഭഗവാനാണ്. പക്ഷേ ആ സാരഥിയെ നയിക്കുന്നത് ജീവാത്മാവാണ്. എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെയാണ് പ്രശ്നം. കാര്യം ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ബുദ്ധിസ്ഥാനത്തിരിക്കുന്നുണ്ട്.
പക്ഷേ നമ്മുടെ ജീവാത്മാവ് മനസാക്ഷി പറയുന്നത് പോലും ചിലപ്പോൾ കേൾക്കാതെ നമ്മൾ പ്രവർത്തിക്കും. തൻബുദ്ധി പിൻബുദ്ധി ആയിട്ട് പ്രവർത്തിക്കും. ഭഗവാന്റെ ബുദ്ധി വേണ്ടേ ഉപയോഗിക്കാൻ? അതിന് ഇന്ദ്രിയങ്ങളെ തടസ്സം. അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അതിനെ കുതിച്ചു പായുന്നത്, ഏറ്റവും കുതിച്ചു പായുന്നത് എന്താ? രണ്ടെണ്ണത്തെ സൂക്ഷിച്ചാൽ മതി, ബാക്കി രണ്ടും കൺട്രോളിലാവും. ഈ 5 കുതിരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാഴ്ചശക്തിയും കേൾവി ശക്തിയുമാണ്. ഒന്നുകിൽ കണ്ടതിൻ്റെ പിന്നാലെ, കേട്ടതിൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സ് പോലും പോകുന്നത്. അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തവന് ഒരിക്കലും ആത്മധ്യാനം ലഭിക്കില്ല. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്തവന് മനസ്സേകാഗ്രമാകില്ല. മനസ്സേകാഗ്രമാകാത്തവന് ബുദ്ധി ഉറക്കില്ല. ബുദ്ധി ഉറക്കാത്തവന് ചിത്തശക്തിയും ഉണരുന്നതല്ല. കാരണം മനസ്സുറക്കാതിരുന്നാൽ ഈ മനസ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാ? കാറ്റത്ത് ഉലയുന്ന തോണി പോലെ എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ കിടക്കുന്ന ഒരു തോണി കാറ്റടിക്കുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയും. അതേപോലെയാണ് മനസ്സ്. ഇല്ലെങ്കിൽ ചാടിക്കളിക്കുന്ന കുരങ്ങൻ്റെ മരത്തിൽ നിന്ന് അവൻ മെല്ലെ മണ്ണിൽ കുതിച്ചു എന്ന് പറയും. അപ്പൊ ഇവനിങ്ങനെ മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടും, ഇടയ്ക്ക് മണ്ണിൽ കുതിക്കും, പിന്നെ താഴെ വീണ്ടും ചാടും എന്ന് പറഞ്ഞ പോലെയാ നമ്മുടെ മനസ്സ്. എത്ര ശരീരം കൊണ്ട് അടങ്ങിയിരുന്നാലും ഈ മനസ്സെപ്പോഴാ ചാടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. മനസ്സ് ചാടിപ്പോകുന്നത് എന്തുകൊണ്ടാ? ഏതെങ്കിലും വിഷയത്തിലായിരിക്കും ചാടിപ്പോകുക, അല്ലാതെ ഒരിക്കലും മനസ്സും ചാടില്ല. അപ്പൊ ഇന്ദ്രിയങ്ങളാണ് മെയിൻ പ്രശ്നം. അപ്പൊ എന്തിനാ ചില കാര്യങ്ങളിൽ നമ്മൾ വ്യാപരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നായയെ കണ്ടാൽ മതി, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. നായ ചിലപ്പോൾ വളരെ അത്യാവശ്യമായിട്ട് ഒരൊറ്റ പോക്ക് പോകണം കാണാം, ഭയങ്കര സ്പീഡിൽ ഓടണ കാണാം. എന്തിനാ പോണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതേ സ്പീഡിൽ തിരിച്ചും പോണ കാണാം. എന്തിനാന്ന് ചോദിച്ചാൽ നായക്ക് അറിയില്ല. അത് അവിടെ എന്തോ വിചാരിച്ച് ഏതോ വിഷയത്തിന്റെ പിന്നാലെ ഓടി, അവിടെ ചെന്നപ്പോൾ അതില്ലാന്ന് അറിഞ്ഞ് തിരിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഈ മനസ്സുകൊണ്ട് വിചാരിക്കും, ശരീരം കൊണ്ട് അനങ്ങാതെ ഇരുന്നാലും വേണ്ടില്ല, ഈ നായ പായുന്ന പോലെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആ വിഷയത്തിന്റെ പിന്നാലെ പായും. അത് ലഭിക്കാതെ വന്നാൽ തിരിച്ച് അതേപോലെ വരും. അപ്പൊ അതുകൊണ്ട് അത് നമ്മുടെ വികാര വിചാരങ്ങളിൽ വ്യാകുലപ്പെടുത്തുകയും ചെയ്യും, കിട്ടാതെ വന്നാൽ. അതുകൊണ്ട് ഇതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നർത്ഥം. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തവന് ഒരിക്കലും മനസ്സിനെ ഏകാഗ്രമാക്കാനോ ബുദ്ധിയെ ഉറപ്പിക്കാനോ ചിത്തശക്തിയെ ഉണർത്താനോ സാധിക്കുന്നതല്ല. അതുകൊണ്ട് വീണ്ടും 2-ാം അധ്യായത്തിൽ 68-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, തസ്മാൽ യസ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥ്യപിക തസ്യ പ്രജ്ഞാപതിഷ്ഠ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ എല്ലാം അവയുടെ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കണം. അതോടെ മനസ്സ് ആത്മാവിൽ ലയിക്കുകയും പ്രജ്ഞ അല്ലെങ്കിൽ ബുദ്ധി സ്ഥിരപ്പെടുകയും ചെയ്യും. ഉത്തരഗീത 1-ാം അധ്യായം 53-ാമത്തെ ശ്ലോകത്തിൽ നവദ്വാരങ്ങളോടുകൂടിയ ശരീരത്തിൽ നിന്നും സദാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശക്തിയെ വിഷയം നഷ്ടപ്പെടാതെ രക്ഷിക്കുവാനുള്ള മാർഗത്തെയാണ് ഉപദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ഭഗവത്ഗീത എന്ത് പറയുന്നു എന്ന് നോക്കാം. സർവകർമാണി മനസ്സാ സന്യാസ്യസ്യസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്നകാരയൻ എന്ന 5-ാം അധ്യായത്തിൽ പറഞ്ഞതിനാണ് ബന്ധപ്പെടുത്തി പറയുന്നത്. അതായത് ഇന്ദ്രിയങ്ങളെയൊക്കെ അടയ്ക്കണം എന്ന് 53-ാമത്തെ ശ്ലോകത്തിൽ ഉത്തരഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നവദ്വാരങ്ങളിലൂടെ നമുക്ക് ശേഖരിക്കുന്ന എനർജി പോലും നഷ്ടമാകും, നമ്മൾ പോലും അറിയാതെ നഷ്ടമാകും. അതുകൊണ്ട് ആ ജീവൻ പോലും ചിലപ്പോൾ നവദ്വാരത്തിൽ കൂടെ പോയാൽ അതും നഷ്ടമാണ്. വീണ്ടും വീണ്ടും ആ ജീവൻ തിരിച്ചൊരു ശരീരം കിട്ടണം, അത് പ്രാപ്തമാകണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണേ വീണ്ടും ശരീരപ്രാപ്തി ലഭിക്കണം എന്നർത്ഥം. അപ്പൊ ജീവനും ചിലപ്പം ഈ പറയുന്ന വിഷയങ്ങളിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ പോസിറ്റീവ് എനർജി പോലും നവദ്വാരങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ പോലും അറിയാതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെയും കൂടെ അടച്ചുകൊണ്ട് വേണം ക്രിയായോഗം ശീലിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന സ്ഥിതിയിലെത്തിയാൽ, ആത്മബോധത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ശരീരം തന്നെ ദേഹബോധത്തിൽ നിന്ന് അതിൻ്റെ എല്ലാ രോമകൂപങ്ങളിലൂടെ നിർഗമിക്കുന്ന വേസ്റ്റേജ് വരെ അടഞ്ഞു പോയിട്ട് പരമാതത്വത്തിൽ ഉറച്ചു നിന്നാൽ പിന്നെ എന്തിനാ പേടിക്കണ്ടേ? നമ്മൾ മനഃപൂർവ്വം ഇതെല്ലാം അടയ്ക്കാൻ ശ്രമിക്കുകയൊന്നും വേണ്ട, ഫെവിക്കോൾ വെച്ചിട്ട് അടയ്ക്കൊന്നും വേണ്ട, ഇല്ലേ കോർക്കോ അതുപോലുള്ള അടപ്പിട്ട് അടയ്ക്കൊന്നും വേണ്ട. നമ്മൾ അതിന് യോഗ്യത നേടിയ ശരീരത്തിലൂടെ തന്നെ ഓടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന
എല്ലാവിധ ദ്വാരങ്ങളും അടഞ്ഞോളും, തന്നെ അടയും. പിന്നെ അപ്പോഴേ ദേഹബോധത്തിൽ നിന്ന് ദൈവബോധത്തിലേക്ക് ഏതെങ്കിലും ഒരു ദ്വാരം തുറന്നിരുന്നാൽ അതിലൂടെ എനർജി വേസ്റ്റാണ്. അപ്പൊ ഈ പറയുന്ന യോഗ സാധനങ്ങളെ കൊണ്ട് എനർജി നമ്മൾ സംഭരിച്ചു കൊണ്ടിരിക്കും. ആ സംഭരിക്കുന്നതൊക്കെ നഷ്ടമാകാതെ സൂക്ഷിക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ കാര്യം. അതിനാണ് യോഗ സാധനയുടെ ഏറ്റവും വലിയ നഷ്ടപ്പെടാതെ രക്ഷിക്കുവാനുള്ള മാർഗത്തെയാണ് ഉപദേശിക്കുന്നത്. ഈ വിഷയത്തിൽ ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? ലളിതമായിട്ട് പറഞ്ഞു തരുന്ന ഭഗവത്ഗീത. അതെന്താ പറയണേ? സർവകർമാണി മനസ്സാ സന്യസ്യാസേ സ്ഥേ സുഖം വശീ നവദ്വാരേ പുരേലേക്ക് നൈവ കുർവന്നകാരേൻ. വശീകരണ ശേഷി ആർജിച്ച ഉപാസകൻ യോഗാഭ്യാസത്തിന് മനസ്സിനെയും മറ്റിന്ദ്രിയങ്ങളെയും സ്വാധീനമാക്കിയിട്ട് എല്ലാ കർമ്മങ്ങളെയും തേച്ച് സുഖമായിട്ട് വസിക്കും. 9 വാതിലുകളോടുകൂടിയ ശരീരമാകുന്ന പട്ടണത്തിൽ ഒന്നും ചെയ്യാതെയും ഒന്നും ചെയ്യിക്കാതെയും സുഖമായിട്ട് വാഴുന്ന അവസ്ഥ ഉണ്ടാകും. അതായത് നമ്മൾ ഈ കുതിച്ചു പായുന്ന ഈ വിഷയങ്ങൾ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ അതിൽ ഒരു ഇന്ദ്രിയെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രതിബന്ധം. അപ്പം 5 ഇന്ദ്രിയങ്ങൾക്കും 5 വിഷയങ്ങളിലാണ് താല്പര്യം. അതാണ് അതിൻ്റെ ആകാരം. അതിനെയൊക്കെ വർജിക്കുക. മനസ്സിനെ അപ്പോഴേ മനസ്സടങ്ങും. മനസ്സ് ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്തി കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരബോധം തന്നെ ഇല്ല. പിന്നെ നവദ്വാരങ്ങൾ എന്താ? ശരീരബോധം പോലും ഇല്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് പിന്നെ നവദ്വാരങ്ങളെ പറ്റിയോ ഈ പറയുന്ന രോമകൂപങ്ങളിലുള്ള സുഷിരങ്ങളെ കുറിച്ചോ ഒന്നും ചിന്തിക്കണ്ട. അതൊക്കെ തന്നെ അടഞ്ഞിട്ടുണ്ടാവും. ശരീരം തന്നെ പ്രകാശ സ്വരൂപമായിട്ട് മാറും. അതാണ് ശരിക്കും ഉള്ള യോഗസ്ഥിതി. അതിന് നമ്മുടെ ആത്മശക്തിയെ ശരിക്കും ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചാൽ മതി. അതാണ് അഭ്യാസം എന്ന് പറയുന്നത്. അത് ഭക്തിയുടെ ഭഗവാന്റെ കൃപയിലൂടെ അത് സാധിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇതോടുകൂടി ഈ ഉത്തരഗീതയും ഭഗവത്ഗീതയും തമ്മിലുള്ള 1-ാം അധ്യായത്തെ താരതമ്യ പഠനം ഇന്ന് സമർപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഈ അടുത്ത ദിവസം സമ്പൂർണമായിട്ടൊന്ന് പാരായണം ചെയ്തുകൊണ്ട് ഈ അധ്യായം സമർപ്പിക്കാം. അതിനുശേഷം 2-ാം അധ്യായത്തിലേക്ക് കടക്കാം. ഓം. എല്ലാവർക്കും ഈ കമ്പയർ സ്റ്റഡി സ്വയം ചെയ്യണം. എങ്കിൽ ഇപ്പം ഉത്തരഗീതയിലെ ശ്ലോകങ്ങളും ഗീതയിലെ ശ്ലോകങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ഗീതയുമായിട്ട് അതിൻ്റെ പ്രസക്തി നമ്മൾ ബന്ധപ്പെടുത്തി ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് 2-ാം അധ്യായം. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 18 ശ്ലോകങ്ങളെ സ്ഥിതപ്രജ്ഞ ലക്ഷണം 1. രണ്ടാമത്തത് ഭക്തിയോഗത്തിലെ 8 ശ്ലോകങ്ങൾ. ഇത് രണ്ടും ശരണാഗതി ഭക്തി, അതായത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്ന മാർഗമാണ്. ഭക്തിയോഗത്തിലെ 8 ശ്ലോകങ്ങൾ. അതിന് പക്വത വരണമെങ്കിൽ ഈ സ്ഥിതപ്രജ്ഞനാകണം, ബുദ്ധിയെ ഉറപ്പിക്കണം. അപ്പോഴേ യഥാർത്ഥ ഭക്തിയോഗത്തിലേക്ക് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ട് എത്താനും സാധിക്കും. അതാണ് നമുക്ക് പ്രാക്ടിക്കലി പ്രതിബന്ധങ്ങളില്ലാതെ യഥാർത്ഥ ഭക്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, അചഞ്ചലമായ ഭക്തിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥിതപ്രജ്ഞത്വം കൈവരുത്തണം. അത് ഇന്നത്തെ കാലത്ത് 41 ദിവസം കൊണ്ട് ഈ മണ്ഡലകാലം വരുവാണ്. ഈ 41 ദിവസം വീട്ടിലിരുന്നുകൊണ്ട് വ്രതം നോക്കിയാലും മതി. ആ 41 ദിവസം യഥാവിധി നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ 5 ഇന്ദ്രിയങ്ങളെ ജയിച്ച് വിചാരങ്ങളെ ജയിച്ച് സത്വരജ തമോ ഗുണങ്ങളെയും ജയിച്ചാൽ പിന്നെ 17ാമത്തെ പടി അജ്ഞതയുടെ പടി അനായാസേന തരണം ചെയ്യാൻ സാധിക്കും. 18ാമത്തെ പടിയിൽ ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നതായിരിക്കും. ഇത് 41 ദിവസം കൊണ്ട് അവരവരിയ്ക്കുന്നിടത്തിരുന്നുകൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. ഒരു പ്രയത്നവും വേണ്ട. ഈ അന്വേഷിച്ച് പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അതാണ് 18 തത്വങ്ങളെ സ്ഥിതപ്രജ്ഞ ലക്ഷണം. ഇത് ശരിക്കും അങ്ങോട്ട് ഗ്രഹിക്കണം ഈ 18 ശ്ലോകങ്ങൾ. അത് കഴിഞ്ഞിട്ട് 8 ശ്ലോകങ്ങളെ കൊണ്ട് ഭക്തിയോഗം സിദ്ധിക്കണം. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏതു ധർമ്മ്യാമൃതമിതം, ഇതാണ് യഥാർത്ഥ ധർമ്മം. അതായത് ഗീതയിൽ പറഞ്ഞിട്ടുള്ള 18 തത്വങ്ങൾ ഗ്രഹിക്കണം, അതനുസരിക്കണം. അത് ജീവിതത്തിൽ അന്ത്യകാലത്തെങ്കിലും ആർക്കെങ്കിലും സാധിച്ചാൽ അവൻ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനാകും. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പോലും ആ ഭക്തി ഭഗവാന്റെ പ്രീതിയോടുകൂടിയായിരിക്കും ജനിക്കുന്നതും.
അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല, ഈശ്വരൻ്റെ ഇച്ഛ അനുസരിച്ചുകൊണ്ട് ജനിച്ച് ഈശ്വര കാര്യങ്ങളിൽ ഈശ്വരനെ അനുസരിക്കുന്നവനായിട്ട് ജീവിക്കാനും സാധിക്കും. ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിഭാസത്തെ ശ്രദ്ധദാനാമത് പരമ ഭക്താസ്തേ അതീവമേ പ്രിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭക്തിയോഗം തന്നെ അവസാനിക്കുന്നത്. ഭഗവാൻ പറഞ്ഞ ധർമ്മമാർഗത്തെ യഥാവിധി അനുസരിക്കുന്നവന് ഭഗവാന്റെ ഏറ്റവും അത്യന്ത ഉത്തമ ഭക്തനായിട്ടും അത്യന്ത പ്രിയനായിരിക്കുന്ന ഭക്തിയായിട്ടും മനുഷ്യനായിട്ടും മാറാൻ സാധിക്കും. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരഗീതയും ഭഗവത്ഗീതയും തമ്മിലുള്ള താരതമ്യ പഠനം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഗോ ബ്രാഹ്മണേഭ്യ ശുഭോസ്തൃത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.